സംബന്ധിച്ചുള്ള ചടങ്ങ് ഇത് ആദ്യമായിട്ടല്ല ഇവിടെ നടക്കുന്നത്. നേരത്തെ റഫീഖ് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ വലിയൊരു പ്രതിസന്ധി നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കോവിഡിൻ്റെ രൂപത്തിൽ നമ്മളൊക്കെ അഭിമുഖീകരിക്കുകയുണ്ടായി. ആ സമയത്ത് ഞങ്ങളൊക്കെ അനുഭവിച്ചിരുന്ന ഒരു സ്ട്രെസ്സ് എത്രയാണെന്ന് ഇന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള സ്ട്രെസ്സല്ല, അത്രയും സ്ട്രെസ് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഈ ആശുപത്രി അഡ്മിനിസ്ട്രേഷനിലുള്ള ആൾക്കാർ. അതിന് കാരണമുണ്ട്. അന്ന് ഈ കോവിഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ഈ ആശുപത്രിയിൽ ഒട്ടാകെ നമുക്കുണ്ടായിരുന്ന 2 വെന്റിലേറ്റർ, ഒരു 3 ICU ബെഡൊക്കെ മാത്രം ഉണ്ടായിരുന്നു. അത് പിന്നീട് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ 60 വെന്റിലേറ്ററുകളും ഏകദേശം 100ന്റെ മേലെ 120ഓളം ICU ബെഡ് നമുക്കിവിടെ സജ്ജീകരിക്കാൻ പറ്റി. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം പേര് കേട്ട, ഏറ്റവും പേര് ലഭിച്ച, അത്രയും ഫലപ്രദമായി 9000ഓളം കോവിഡ് രോഗികളെ ചികിത്സിച്ച ആശുപത്രിയാണ്. ഏറ്റവും മികച്ച ആശുപത്രികൾ ഒന്നായിട്ട് അന്ന് അറിയപ്പെട്ട ആശുപത്രിയാണ്. അപ്പോൾ അത് അന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അഡ്മിനിസ്ട്രേഷൻ്റെ കഠിന പരിശ്രമത്തിന് പുറമെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ സപ്പോർട്ട് പിന്തുണ ലഭിച്ചതിന് പുറമെ അന്ന് അത്ര ഭംഗിയായിട്ട് നമുക്ക് നടത്താൻ പറ്റിയത് തീർച്ചയായും SYSനെ പോലുള്ള ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, ഇതുപോലുള്ള സംഘടനകളുടെ സഹായത്തിലാണ്. യാതൊരു സംശയമില്ലാത്തായിരുന്നു. പലപ്പോഴും നമുക്ക് വ്യക്തിപരമായിട്ട് നടത്താൻ പറ്റാത്ത കാര്യമുണ്ട്. ഒരു സർക്കാർ സ്ഥാപനമാകുമ്പോൾ നമുക്ക് ഉടനടി പല കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള ഒരു കാലതാമസം ചിലപ്പോൾ നേരിടും. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഒരു ഉദാഹരണത്തിന് പറയുകയാണ്, ഒരു മരണപ്പെട്ട രോഗികൾ, ആരോഗ്യമില്ലാത്ത രോഗികളെ സംസ്കരിക്കുന്നതിനടക്കം ഒരൊറ്റ ഫോൺ കോളിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പലപ്പോഴും തുണയായിട്ട് നിന്ന് ആശ്വാസമായി ഞങ്ങളുടെ സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ആശ്വാസമായി നിന്ന സംഘടനയാണ് SYS. ഇവിടെ സംസ്കരിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഈയിടെ 2 ദിവസം മുമ്പ് പോലും ഒരു രോഗിയെ ഇവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ നമ്മുടെ ആംബുലൻസിൽ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷനില്ല. 108 ആംബുലൻസ് പണിമുടക്കലായിരുന്നു. ഒരൊറ്റ ഫോൺ കോളേ വേണ്ടി വന്നു ഇവിടുന്ന് ആ രോഗിയെ. അത് ഇതുപോലുള്ള സേവനങ്ങൾ വളരെ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് തരുന്നത്. യാതൊരു ചാർജും ഈടാക്കാതെ സമ്പൂർണ്ണ സൗജന്യമായിട്ട് അത്രയും സേവന സന്നദ്ധതയോട് നടത്തി വരുന്ന സംഘടനയാണ് SYS. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ പല പരിപാടികളും നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഒടുവിൽ ഇവിടുത്തെ വലിയൊരു സെൻറ്റർ ഇവിടെ വരുന്നു വരികയാണ്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇനി നമുക്ക് രോഗികൾക്ക് ആശ്വാസം തരുന്ന കൂടുതൽ, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇത് സർക്കാർ ആശുപത്രിയിൽ മാറിയതോട് കൂടെ ഇവിടെ ആശ്രയിക്കുന്ന രോഗികൾ ഭൂരിഭാഗവും സമൂഹത്തിലെ പാർശ്വവർഗത്തിലുള്ള ആൾക്കാരാണ്. ബസ്സിന് കൂലി പോലുള്ള ആൾക്കാർ, ഭക്ഷണത്തിൽ ചെലവ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, ഒരു പരിധിവരെ പല രീതിയിൽ നമ്മളവരെയൊക്കെ സഹായിക്കുന്നു. എങ്കിലും അതിനപ്പുറം വേണ്ടുന്നതായ എല്ലാ സഹായങ്ങളും എല്ലാ മേഖലയിലും, ഇപ്പോൾ മരുന്നിൻ്റെ കാര്യത്തിലായാലും ഇതുപോലെ ആംബുലൻസ് സർവീസിന് എന്തിനും സഹായിക്കുന്ന തരത്തിലൊരു സംഘടനയായിട്ട് SYS ഇവിടെ മാറിയിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ വ്യക്തിപരമായിട്ടുള്ള അനുഭവവും ആശ്വാസമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ സെൻട്രൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എന്താണ് മെഡിക്കൽ കോളേജിൽ ചെയ്തു തരേണ്ടത് ഇങ്ങോട്ടാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ പലരോടും പലപ്പോഴായിട്ട് ഇവിടെ പല കാര്യങ്ങൾ, ഈ ചെയറിൻ്റെ കാര്യത്തിൽ തന്നെ ചില ആൾക്കാരെ, വലിയ സാമ്പത്തിക സ്ഥിതിയിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളോട് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. രണ്ടാമത് ഫോൺ വിളിക്കുമ്പോൾ എടുക്കാത്ത അവസ്ഥയാണ്. ഇതിപ്പോൾ അങ്ങനെയല്ല, ഇത് ഇങ്ങോട്ട് എന്നോട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്തു തരുന്നത്, സൂപ്രണ്ട് സജസ്റ്റ് ചെയ്ത് അത് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടാണ് ഓഫർ ചെയ്ത് തരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയതാണ്, ഇപ്പോൾ സ്റ്റേറ്റ് വൈഡായിട്ട് ക്ലീൻ ക്യാമ്പസ്, എന്താ പറയുക, മെഡിക്കൽ കോളേജ് ക്യാമ്പസുകൾ മുഴുവൻ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനും ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ആക്കാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് നടന്നു വരികയാണ് സ്റ്റേറ്റ് വൈഡായിട്ട്. അപ്പോൾ അത് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചത്, നമ്മുടെ കയറി വരുന്ന ഇടത്തിലൊക്കെ ഇത്തരം ഇരിക്കാനുള്ള സൗകര്യം മാത്രമല്ല, കുറച്ചുകൂടെ നല്ല ലുക്കുള്ള കമനീയമായിട്ടുള്ള ഒരു സിറ്റിംഗ് സംവിധാനം ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്നുള്ള രീതിയിൽ ആലോചിച്ചാണ് സജസ്റ്റ് ചെയ്തത്. അത് ഉസ്താദ് പറഞ്ഞ പോലെ ഏറ്റവും വിലപിടിച്ച സാധനമാണ് തന്നിരിക്കുന്നത്, അല്ലാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ വേണ്ടി തന്നതല്ല. ഏറ്റവും വിലപിടിച്ച ചെയറുകളാണ്, എയർപോർട്ട് ചെയറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ അവരോട് അങ്ങേയറ്റം നന്ദി എനിക്കും ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ജീവനക്കാർക്കും ഉണ്ട്. ഇത് മാത്രമല്ല, ഇന്ന് ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു വാട്ടർ കൂടി നമ്മുടെ ഫോറൻസിക് മെഡിസിൻ്റെ ഭാഗത്ത് ഉദ്ഘാടനം ചെയ്തു. അതും അവിടെ മണിക്കൂറുകൾ കാത്തു നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിന്, ആ ഒരു അവസ്ഥയിൽ കാത്തു നിന്ന ആൾക്കാർക്ക് വലിയ ആശ്വാസം പകരുന്ന ഒരു നടപടിയാണ്. ഇനിയും ഇതുപോലെ എന്തും ചെയ്യാൻ സന്നദ്ധരായിട്ട് നിൽക്കുന്ന, അതും നിസ്വാർത്ഥമായി ചെയ്യാൻ സന്നദ്ധരായിട്ട് നിൽക്കുന്ന വളണ്ടിയേഴ്സാണ്, സംഘടനയാണ്. അവരോട് നമുക്കുള്ള എല്ലാ നന്ദിയും രേഖപ്പെടുത്താൻ ഞാൻ